അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗുഡ് ആഫ്റ്റർനൂൺ. വോയിസ് ഓക്കെ അല്ലേ? കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിലോ മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടോ ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. വലൈക്കും സലാം വറഹ്മത്തുള്ളാ. കേൾക്കുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. നമ്മള് കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്ത കുറച്ച് പേരുണ്ടല്ലേ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചവരായിരിക്കാം, എന്തെങ്കിലും സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് എത്തിപ്പെടാത്തവരായിരിക്കാം. ഡോണ്ട് വറി. ആഗ്രഹിച്ചെത്തുന്നവർക്ക് സമയത്ത് സമയത്ത് തന്നെ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്കൊരു ചൊല്ലുണ്ട്, 3 എന്ന് പറഞ്ഞാൽ 4, 4 എന്ന് പറഞ്ഞാൽ 5 എന്നുള്ളത്. അത് നമ്മുടെ പോളിസി അല്ല കേട്ടാ. അപ്പൊ ഇൻഷാ അള്ളാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അൽഹംദുലില്ലാ. നമ്മള് മദർഹുഡ് എന്നുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു വെബിനാറിലേക്കാണ് നമ്മൾ ഓരോരുത്തരും എന്നിരിക്കുന്നത്. ഇത് സ്പെസിഫിക് ആയിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ലേഡീസിനെയാണ്. അപ്പൊ ഇതിൽ ഞാനൊന്ന് സൗണ്ട് കേട്ടപ്പോ ജെൻസിന്റെ ശബ്ദം കേട്ടു. ഡോണ്ട് വറി, ജെൻസിന് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാന്നുള്ളത് മാതാവിനെ ആക്കാൻ കാരണം അവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത് മാതാവാണല്ലോ. അതുകൊണ്ടാണ്. ഇനി അവിടെ പിതാവിന് റോളില്ല എന്നല്ല, പിതാവിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാം. ഇത് ലേഡീസിന് മാത്രമാണ്, ലേഡീസ് ഓൺലി ആണ് എന്ന് വിചാരിച്ച് ഇതിൽ ഏതെങ്കിലും ജെൻസ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോവേണ്ടതില്ല. നിങ്ങൾക്കും കൂടി അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ക്യാമറ ഒക്കെ ഓണാക്കി വരികയാണെങ്കിൽ നന്നായാണ്. എന്നെ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ, നിങ്ങളെയും ഒന്ന് എനിക്ക് കണ്ടാൽ ഒരു സുഖം ഉണ്ടാവും. പ്രശ്നമില്ലാത്തവര് ക്യാമറ ഓണാക്കി വരട്ടോ. എന്നാൽ എന്താണ് ഈ മദർഹുഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്? അതിനെക്കുറിച്ച് ചെറിയൊരു രൂപരേഖ നൽകുക എന്നുള്ളതാണ് ഈ ഒരു വെബിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും അറിയാം അല്ലേ, ഒരു പാരന്റിങ്, എത്രമാത്രം പാരന്റിങ് ക്ലാസ്സസ് നിങ്ങൾ ഓൺലൈനിലൂടെ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട് ഇല്ലേ? കേൾക്കാറില്ലേ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യട്ടാ. റേഡിയോ അല്ല, നമ്മളതൊരു കമ്മ്യൂണിക്കേഷൻ ക്ലാസ് ആണ്. ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട്. യെസ്, നമ്മള് നിങ്ങളെ പോലെയാണ് യൂട്യൂബില് എടുക്കുന്നത്. യെസ്. ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് ഒരു ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുത്തിന്. ഓക്കെ ഓക്കെ, നമുക്ക് ഇങ്ങനെ പാരന്റിങ് ക്ലാസ് എന്ന് കേൾക്കുമ്പോ തന്നെ ഇപ്പൊ എന്താണ് ഈ പാരന്റിങ്ങിൽ പഠിക്കാനുള്ളത്, അതൊക്കെ ഇപ്പൊ പഠിച്ചിട്ട് എന്താവാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം വേറെ ഉണ്ടാവാം. അതിലപ്പുറം എനിക്ക് എന്റെ പാരന്റിങ് രീതി മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ വേറൊരു വിഭാഗം ഉണ്ടാവാം. ഇങ്ങനെ എന്റെ പാരന്റിങ് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമായിരിക്കാം യൂട്യൂബിലാണെങ്കിലോ വേറെ എവിടെ നിന്നാണെങ്കിലോ ഇത്തരം ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളത്. പക്ഷെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കുന്നുള്ളത്? നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വീണ്ടും നമുക്ക് അതിൽ നിന്ന് അത് നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാതെ നാം വിചാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റാത്തത് എന്തുകൊണ്ടായിരിക്കാം? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമ്മൾ ചിലപ്പോഴെങ്കിലും വിചാരിക്കും മക്കളെ ഒന്നിനും അടിക്കരുതെന്ന് വിചാരിക്കും. എത്രമാത്രം അടിക്കരുതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യം വരുന്ന സമയത്ത്, അവരുടെ വികൃതികൾ കാണുന്ന സമയത്ത് ആ വികൃതികൾ കണ്ട് ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാത്തപ്പോൾ അറിയാതെ ഒന്ന് അടിച്ചു പോകും. അടിച്ചു കഴിഞ്ഞ് അവർ കുറെ കരയും. കരഞ്ഞ് തളർന്ന് കിടന്നുറങ്ങുന്ന കുട്ടികളുടെ അടുത്ത് പോയിട്ട് അറിയാതെ ഉമ്മ ചെയ്തു പോയതാണെന്ന് സോറി എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന കുട്ടികളെ നോക്കി അവരെ തലോടിക്കൊണ്ട് സംസാരിക്കും. ഓക്കെ ആണോ? അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞതുകൊണ്ട്? നിങ്ങൾ എന്താണ് അതിൽ അംഗീകരിക്കുന്നുണ്ടോ, അതല്ല നിങ്ങൾ അത്തരത്തിൽ ചെയ്യാത്തൊരു പാരന്റ് ആണോ?
ഏത് കാര്യവും നമ്മൾ തന്നെ വിചാരിക്കേണ്ടത് അത് ഓക്കെയാണ്. നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ വിചാരിക്കാത്തിടത്തോളം കാലം ഒരാൾക്കും ഒരാളെയും മാറ്റാൻ വേണ്ടി പറ്റില്ല. നമ്മൾ മാറണമെന്ന് വിചാരിക്കുമ്പോൾ മാത്രമേ നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇത്തരം ക്ലാസ്സസ് കൊണ്ട് പറ്റുള്ളൂ. ഞാൻ ചോദിച്ചത്, നമ്മൾ പല ക്ലാസ്സസ് കേട്ടിട്ടും നമ്മുടെ മക്കളുടെ അടുത്ത് ദേഷ്യം പിടിക്കില്ല, നമ്മുടെ മക്കളെ ഇനി അടിക്കില്ല എന്നൊക്കെ നമ്മൾ തീരുമാനം എടുത്താലും വീണ്ടും നമ്മൾ ആ ഒരു പ്രോസസ് തുടർന്ന് പോവാറുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ? ജസ്റ്റ് വൺ പെട്ടെന്ന് നിങ്ങൾ പ്രതികരിക്കട്ടാ. നോ. നോ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല. നിങ്ങൾ മക്കളെ അടിക്കാറില്ല എന്നാണോ പറഞ്ഞത്? വെരി ഗുഡ്. ഇനിയും ഇവിടെ ഇനിയും കുറച്ച് പാരന്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവരും സെയിം ആൻസർ ആണോ? മക്കളെ അടിച്ചു പോകുന്ന, കൺട്രോൾ വിട്ട് കയ്യിൽ നിന്ന് നമ്മൾ കൺട്രോൾ പോയി മക്കളെ അടിച്ചു പോകുന്നത് ആരൊക്കെയുണ്ട്? അടിച്ചു പോകുന്നുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ നമ്മുടെ കൺട്രോൾ വിട്ട് നമ്മുടെ അടിച്ചു പോകുന്നുണ്ട്. അടിക്കുന്നില്ലെങ്കിൽ പോലും അടിയിനേക്കാളും അപ്പുറത്തെ ചിലപ്പോൾ നമ്മുടെ വേർഡ്സുകൾ, ഇനി വാക്കുകളില്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു നോട്ടം. ഇവിടെ അടിക്കാറില്ല എന്ന് പറഞ്ഞ പാരന്റിനോട്, ആ ഒരു ഉമ്മയോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ അടിക്കാറില്ലെങ്കിലും ആ കുട്ടിയെ ഒന്ന് നോക്കാറുണ്ടോ? ആ കുട്ടി കാണിക്കുന്ന വികൃതിയുടെ സമയത്ത് ഒന്ന് ദേഷ്യത്തോടെ കുട്ടിയെ ഒന്ന് നോക്കാറുണ്ടോ? ജസ്റ്റ് ഒരു നോട്ടം പാസ് ചെയ്യാറുണ്ടോ? യെസ്. നിങ്ങൾ കൈകൊണ്ടടിക്കുന്ന അടിയേക്കാളും കുട്ടികൾക്ക് വേദനിക്കുന്നതാണ് ആ ഒരു നോട്ടം എന്ന് പറയുന്നുള്ളത്. നമ്മൾ വിചാരിക്കും ഞാൻ എൻ്റെ കുട്ടിയെ അടിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അടിക്കാത്തൊരു പാരന്റ് ആണ് എന്ന്. നാം സ്വയം പക്ഷെ മനസ്സിൽ സന്തോഷം. അങ്ങനെ പേടിപ്പിച്ചിട്ട് നോക്കലില്ല, ജസ്റ്റ് ഒന്ന് നോക്കും. യെസ്. അവർക്ക് പേടിയാവുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ നോട്ടം കൊണ്ട് അവർക്ക് എന്താണ് ഫീലിംഗ് ആവണം, നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ചോദിച്ചിട്ടുണ്ടോ? അത് ചോദിച്ചിട്ടില്ല. യെസ്. അപ്പൊ അവർക്ക് വേദന ആയിനോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ അല്ലെ? അത് അവർക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അപ്പൊ നമ്മളുടെ ആ ഒരു നോട്ടം കൊണ്ട് അവർക്ക് പെയിൻ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു വേർഡ്സ് കൊണ്ട് അവർക്ക് പെയിൻ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ഒരു അടി കൊണ്ട് അവർക്ക് പെയിൻ അനുഭവിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ അടിയാണെങ്കിലോ നോട്ടാണെങ്കിലോ വേർഡ്സ് ആണെങ്കിലോ എല്ലാം സെയിം ആണ്. അടിയാണെങ്കിൽ ശരീരത്തിന്റെ പുറത്താണെങ്കിൽ നോട്ടവും വാക്കും കൊണ്ടുവരുന്നുള്ളത് അതിന്റെ അകത്താണ്. നമുക്കത് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷേ വടി കൊണ്ടടിച്ചതിനേക്കാളും കുട്ടിക്ക് വേദനിക്കുക എന്നുള്ളത് ആ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ കൊടുത്ത സംഭവമായിരിക്കും. ഇവിടെ നമുക്ക് എങ്ങനെ ഒരു മാറ്റത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും? നമ്മൾ ഓരോരുത്തരും ഒരു പാരന്റ് ആവുക എന്നുള്ളത്, ഒരു മാതാവ് ആവുക എന്നുള്ളത്, ഒരു ഉമ്മയാവുക എന്നുള്ളത് ഒരിക്കലും ഒരു ട്രെയിനിങ് നടത്തിയിട്ടോ ഒന്നുമല്ല അല്ലെ? നമുക്ക് തന്നെ അറിയാം, ഒരുപാട് മേഖലകളുണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കാത്തത്. നമ്മൾ എത്രമാത്രം ഹയർ എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും, എത്രമാത്രം നമ്മൾ അതിൽ ക്വാളിഫൈഡ് ആണെങ്കിലും, നമ്മൾ അവിടത്തേക്ക് ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ എന്താണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അവിടെ ജോലി ലഭിക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ഒരു മാതാവ് എന്ന, ഒരു പാരന്റ് എന്ന, അല്ലെങ്കിൽ ഒരു ഉമ്മയാവുന്ന ഈ ഒരു പദവി, ഈ ഒരു പോസ്റ്റ്, ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ കൈയെടുത്ത് വെക്കുമ്പോൾ, ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ നാം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം, നാം ഏറ്റെടുക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ചെറുതാണോ? നമ്മൾ ഓരോരുത്തരും പോറ്റി വളർത്തുന്ന, ഓരോരുത്തരും പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് നാളത്തെ ഒരു സാമ്രാജ്യത്തെയാണ്. നമ്മുടെ ഓരോ കുട്ടിയും യുണീക്കാണ്. നമ്മൾ പ്രസവിച്ച് പോറ്റി വളർത്തുന്നുള്ളത് ചിലപ്പോൾ നാളത്തെ MLA യോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ ഏതൊക്കെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താനുണ്ട് അവരെയാണ് അല്ലെ? ഏതെങ്കിലും ഒരു മാതാവ് പ്രസവിക്കാത്ത ഒരു കുട്ടി ഏതെങ്കിലും ഒരു ഉയർന്ന പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവോ? അപ്പൊ നാം പ്രസവിക്കപ്പെടുന്നത് എന്നുള്ളത് ഓരോ വ്യത്യസ്തമായ വ്യക്തികളെയാണ്. അവർ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ നമുക്ക് വേറെ പ്രത്യേകിച്ചിട്ട് ഒരു ജോലിയും ഇല്ല. വേറെ നമുക്ക് പറയപ്പെടുന്ന ഒരു ജോലിയും ഇല്ല എങ്കിൽ നമ്മൾ എല്ലാവരും മാറ്റി നിർത്തപ്പെടുന്ന, സ്വയം മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. എന്താണ്? എനിക്ക് പ്രത്യേകിച്ചൊരു ജോലിയൊന്നുമില്ല. എന്റെ കൂടെ പഠിച്ച അവള് നോക്കിയേ, അവള് വീണ്ടും തുടർ പഠനത്തിലേക്ക് ഇരുന്നത് കൊണ്ട് അവളിപ്പോ ഉയർന്ന പോസ്റ്റിലേക്ക് എത്തി. ഞാൻ അന്ന് ആ +2 കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിഞ്ഞത് കൊണ്ട്, അതല്ലെങ്കിൽ +1 ഇരിക്കുമ്പോഴേ എന്റെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്ന് 4 മക്കളുടെ ഉമ്മയായി. എനിക്കൊരു കരിയറും ഇല്ല എന്ന് വിചാരിക്കുന്ന വ്യക്തിയും അതോടൊപ്പം കരിയർ ബിൽഡ് ചെയ്ത് എന്ന് പറയപ്പെടുന്ന
വിവാഹം ചിലപ്പോൾ കഴിക്കാത്ത, അവർ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് എത്തി, പഠിച്ചുയർന്ന പോസ്റ്റിലേക്ക് എത്തി, ഉയർന്ന സാലറി വാങ്ങുന്ന, അതല്ലെങ്കിൽ ഉയർന്ന ഏതെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു തോട്ടുണ്ട്, ഞാനൊന്നും വെറുതെ അന്ന് പഠിക്കണമായിരുന്നു എന്നുള്ളത്. എന്നാൽ അവിടെ ആ ഒരു വ്യക്തി ചെയ്തതിനേക്കാളും അപ്പുറത്ത് വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്തിരിക്കുന്നുള്ളത് എന്നുള്ളത് നമ്മളുടെ വാല്യൂവിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ വിവാഹം കഴിഞ്ഞു 4 മക്കളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്തതിനേക്കാളും കൂടുതൽ കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവർ സ്വയം വളരുക എന്നുള്ളതിനപ്പുറം നമ്മൾ ആ 4 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ, നാം സ്വയം വളരുക എന്നുള്ളതിനപ്പുറത്തേക്ക് പുതിയൊരു സാമ്രാജ്യത്തെ കൂടി പടുത്തുയർത്താനുള്ള ഒരു വഴി കൂടി നമ്മൾ വെട്ടിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു മാതാവ് എന്ന് പറയുന്നത് അത്രയും പവിത്രമാക്കപ്പെട്ടതാണ്. വെറുതെയല്ല. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ആർക്കാണ് ഞാൻ എൻ്റെ മാതാവിലും പിതാവിലും കൂടുതൽ സ്ഥാനം എന്ന് ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിക്കും സെക്കൻഡത്തെ ക്വസ്റ്റ്യനിക്കും തേർഡത്തെ ക്വസ്റ്റ്യനിക്കും അതെന്റെ മാതാവിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അതിന് എത്രമാത്രം പവിത്രത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നാം ഓരോരുത്തരും മനസ്സിലാക്കിയ ഒരു പവിത്രത എന്ന് പറയുന്നത്, നാമാണ് കുട്ടിയെ ഗർഭം ധരിക്കുന്നുള്ളത്, നാമാണ് കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നുള്ളത്, നാമാണ് കുട്ടിയെ പോറ്റി വളർത്തുന്നുള്ളത് എന്നൊരു ഉത്തരവാദിത്തത്തിന്റെ പുറത്താണ് എന്നുള്ളതാണെങ്കിൽ, ആ ഉത്തരവാദിത്തത്തിന്റെയും കർത്തവ്യത്തിന്റെയും അപ്പുറത്ത് നാം പോറ്റി വളർത്തിക്കൊണ്ട് വരുന്നുള്ളത് ഒരു സാമ്രാജ്യത്തെയാണ്, ഒരു തലമുറയെ വാർത്തെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പ്രസവിക്കുന്നത് ഒരു മോനാണെങ്കിലോ ഒരു മോളാണെങ്കിലോ ആ വ്യക്തി കൊണ്ട് ഇനി ഒരു ജനറേഷൻ പടുത്തുയർത്താൻ കാരണമാണ്. അതിന് കാരണക്കാരിയായത് ഞാനാണ് എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിലേക്ക്, നമ്മുടെ മാതൃത്വത്തിലേക്ക് നമ്മൾ നോക്കുക എന്നുള്ളതാണ്. ആ മാതൃത്വത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ പദവികള്, നമ്മുടെ സ്ഥാനങ്ങള് എത്രമാത്രം വലുതാണ്. ഇനി നമ്മുടെ ഒരു മദർഹുഡിലേക്ക് വരികയാണെങ്കിൽ, നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന പാരന്റിങ് ഏത് രീതിയിലുള്ളതാണ്? നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് കിട്ടിയത് എന്താണോ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവായി തോന്നിയതെല്ലാം കൂടി നാം സ്വീകരിച്ചിട്ട്, നമുക്ക് പോസിറ്റീവായിട്ടല്ലാത്തതിനെയൊക്കെ നമ്മൾ കട്ട് ഓഫ് ചെയ്തിട്ട് നാം നമ്മുടെ മക്കളിലേക്ക് അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? നമുക്ക് കിട്ടിയതിനെ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ അങ്ങോട്ട് കൈമാറ്റം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടിയ നമ്മളെ പാരന്റിങ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഒരു മാറ്റത്തിലേക്ക്, എങ്ങനെയാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ തന്നെ പകർത്തി കൊടുക്കേണ്ടതാണോ? അതല്ല, നമുക്ക് കിട്ടിയതിനെ നമ്മൾ പകർത്തി കൊടുക്കേണ്ട സമയത്ത് നാം അറിയാതെയെങ്കിലും നമ്മൾ ആവാൻ ആഗ്രഹിച്ചത് പലതും നാം നമ്മുടെ മക്കളെ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ? നാം നമ്മുടെ മക്കളെ സ്വയം ആവാൻ അനുവദിക്കുകയല്ല ചെയ്യുന്നുള്ളത്, നാം നമ്മുടെ മക്കളെ ആക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഒരു മദർഹുഡ് പ്രോഗ്രാമിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ മക്കളെ നമുക്ക് ആവാൻ അങ്ങോട്ട് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ആക്കൽ അങ്ങോട്ട് മാറ്റാം. ഇതുവരെ നമ്മൾ ആക്കിക്കൊണ്ടിരുന്നു, അല്ലെ? നാം ആക്കിക്കൊണ്ടിരുന്നിട്ട് എന്താണ് നമുക്ക് ഇതുവരെ ലഭിച്ചത്? നമ്മളുടെ ആക്കലിലൂടെ നമുക്ക് ഇതുവരെയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. കുഞ്ഞായിരിക്കുമ്പോ 2 വയസ്സ് വരെ എന്നെ വിട്ടു പോവാത്ത എൻ്റെ കുട്ടി LKG പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മയെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കരയുന്ന കുട്ടി, എവിടെയെങ്കിലും പുറത്ത് കല്യാണത്തിനോ വേറെ പ്രോഗ്രാമിനോ പോയാൽ ഒരു 2 മിനിറ്റ് നമ്മളിൽ നിന്നൊന്ന് മിസ്സായാൽ ഉമ്മി എന്ന് വിളിച്ച് കരയുന്ന കുട്ടി. ആ കുട്ടി ഒരു ടീനേജിലേക്ക് എത്തുന്ന സമയത്ത് ഇന്നും ആ കുട്ടിക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ ആ പണ്ടത്തെ അതേ സ്നേഹം ഉണ്ടോ? എൻ്റെ കുട്ടിക്ക് LKG UKG അതല്ലെങ്കിൽ KG തരത്തിലുള്ള സമയത്ത് എൻ്റെ കുട്ടിക്ക് ഫുൾ A+ ആയിരുന്നു എന്നുള്ള എൻ്റെ കുട്ടിക്ക് ആ കുട്ടിയുടെ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ, അതല്ലെങ്കിൽ UP തലത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ +2 തലത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും എൻ്റെ കുട്ടിക്ക് ഫുൾ മാർക്ക് ഉണ്ടോ? നമ്മൾ വിചാരിക്കും LKG UKG നിസ്സാരമായ കാര്യമല്ലേ പഠിക്കാനുള്ളത്, അതുകൊണ്ടാണ് അവിടെ നിന്ന് ഫുൾ കിട്ടിയത്, ഇവിടെ എത്തുമ്പോൾ കുറെ ടഫ് ആയതാണ് എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഒന്നും അറിയാത്ത, ഒരു പോലും അറിയാത്ത ഇതൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ വളരെ ഈസി ആവുന്നു എന്നുള്ളത്
കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എളുപ്പമുള്ളത് പോലെ തന്നെ ആ കുട്ടി വലുപ്പം വെച്ചാലും ആ കുട്ടി എത്രമാത്രം വളർന്ന് വലുതായാലും അപ്പോഴും ആ കുട്ടിക്ക് ആ സംഭവം ഈസി തന്നെയാണ്. എങ്ങനെയായിരിക്കാം ആ സമയത്ത് നമ്മുടെ കുട്ടിക്ക് ആ സംഭവം ഈസി ആയിരിക്കുക? അവിടെയാണ് നമ്മുടെ ഇടപെടലുകൾ കൊണ്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് നാം എങ്ങനെയാണോ അവരെ മാറോട് ചേർത്തിയത്, എങ്ങനെയാണോ അവർക്ക് നമ്മൾ ലാളനയും സ്നേഹവും കൊടുത്തത്, എങ്ങനെയാണോ നമ്മൾ അവർക്ക് പരിഗണന കൊടുത്തത്, അതുപോലെ അവർ വളർന്നെത്തുന്ന സമയത്ത് നമ്മളിൽ നിന്നുള്ള ലാളനയും പരിഗണനയും കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ നമ്മുടെ മക്കളെ ആക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആവാനുള്ള പലതും ആ കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത്, ഇവിടെ ഈ ഒരു വെബിനാർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് 6-ാം തീയതി ഒരു ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. 5-ഡേ പാരന്റിങ് ക്ലാസ് ആണ്. ആ പാരന്റിങ് ക്ലാസ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികളിലേക്കല്ല, നിങ്ങളിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ കുട്ടിയിൽ മാറ്റം ഉണ്ടാക്കുന്ന ഒരു മാജിക് നമുക്കറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ മക്കളിൽ മാറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾക്ക് എന്തൊക്കെ പറയേണ്ടി വരും? അത് ചെയ്യരുത്, അവിടെ പോകരുത്, അവിടെ നിൽക്കരുത്, അങ്ങനെ എല്ലാം നമ്മൾക്ക് നമ്മുടെ മക്കളുടെ അടുത്ത് അങ്ങനെ അങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലെ? അതിനപ്പുറത്തേക്ക് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളുടെ ഒരു ഷാഡോയാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലുള്ള ആ ഷാഡോയെ നമ്മൾ പൊളിച്ചുകൊണ്ട് നമ്മളുടെ ഷാഡോയെ പൊളിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ 5 ഡേയ്സ് വരുന്നുള്ള ഒരു പാരന്റിങ് എന്നുള്ള പ്രോഗ്രാം. പാരന്റിങ് എന്നല്ല, മദർഹുഡ് എന്നാണ് ആ പ്രോഗ്രാമിന് തന്നെ പേര് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു മദർഹുഡിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആവുന്ന ആ ഒരു മദറായി നിന്നുകൊണ്ട് നമ്മുടെ കുട്ടിയെ നമ്മളൊന്ന് നർച്ചർ ചെയ്തെടുക്കുക. നമ്മുടെ കുട്ടിയെ നമ്മൾ ഒരിക്കലും വളർത്തിയെടുക്കേണ്ട, അവർ താനേ വളർന്നോളും. പകരം നമ്മൾ എന്തേ ചെയ്യേണ്ടതുള്ളൂ? ആ കുട്ടിക്ക് വേണ്ട വെള്ളവും വളവും എത്തിച്ചു കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ മുറ്റത്ത് നമ്മളൊരു റോസാപ്പൂവിന്റെ ചെടി നട്ടു കൊടുത്താൽ ആ റോസാപ്പൂവിന്റെ ചെടിയെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ വെയിലത്ത് പോയിട്ടോ ആ റോസാപ്പൂ ചെടി വളരുന്നത് പോലെയോ നമ്മൾ ബുദ്ധിമുട്ടാറില്ല. പകരം നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ? അതിന് വെള്ളവും വളവും കൊടുക്കുന്നുണ്ടല്ലേ? വെള്ളവും വളവും കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം അവിടെ എത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന കളകളെ നമ്മൾ പൊരിച്ചു മാറ്റിക്കൊണ്ട് അവിടെ നമ്മൾ വൃത്തിയാക്കിക്കൊണ്ട് നമ്മൾ ആ റോസാപ്പൂ ചെടിക്ക് വളരാനുള്ള ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കലോട് കൂടിയിട്ട് അവിടെ ആ ചെടി വളർന്നു വരികയാണ് അല്ലെ? അത്തരത്തിൽ നമ്മളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, ഏതുപോലെ ആ ചെടി വളരാൻ വേണ്ടിയിട്ട് ചെടിയിലല്ല നമ്മൾ മാറ്റം വരുത്തിയത്. ചെടി വളരാൻ വേണ്ടിയിട്ട് ചെടി നട്ടിരിക്കുന്ന ആ ഒരു പ്രതലത്തിൽ, ചെടി നടുന്ന പ്രതലത്തെയാണ് നമ്മൾ ഒരുക്കുന്നുള്ളത് അല്ലെ? ആ പ്രതലത്തെ ഒരുക്കിക്കൊണ്ട്, ആ ചെടി നടാനുള്ള പ്രതലത്തെ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്? നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ എന്റെ കുട്ടിയെ വളർത്തണം എന്നുണ്ടെങ്കിൽ എന്നിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് ആ മാറ്റം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നാം അറിയാതെ നമ്മുടെ മക്കളിൽ മിറാക്കിൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 5 ഡേയ്സ് ക്ലാസ് ആണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 21 ഡേയ്സ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ഉണ്ടാവും. 21 ഡേയ്സ് നിങ്ങൾക്ക് തരുന്ന ഓരോ വർക്കുകളും നിങ്ങൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വർക്ക് ചെയ്യാതെ നമുക്ക് മാറ്റം ഉണ്ടാവില്ല. വർക്ക് ചെയ്യാതെ നമുക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുപാട് യൂട്യൂബിൽ കേട്ടതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, യൂട്യൂബിൽ നമ്മൾ ഇത്തരം ക്ലാസ്സുകൾ സെഷൻസുകൾ കേട്ടിട്ട് നമ്മൾക്ക് മാറ്റം വരേണ്ടതാണ്. അപ്പൊ നമുക്ക് മാറ്റം വരണോ? നമ്മളിൽ സ്വയം വർക്കിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ നാം സ്വയം വർക്കിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് ആഗ്രഹിക്കുന്ന എന്റെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്? വിലപിടിപ്പുള്ള ടോയ്സുകൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, വാല്യുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കാറുണ്ട്, വിലപിടിപ്പുള്ള പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡുകളും മറ്റ് ഫുഡുകളും നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട് അല്ലെ? എന്നാൽ ഇതൊക്കെ കൊടുക്കുന്നതിനപ്പുറം നിങ്ങളുടെ കുട്ടിക്ക് ലൈഫ് ലോങ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും നിങ്ങൾ ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇവിടെ നാം നമ്മുടെ കുഞ്ഞിനെ അറിയുക, നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മളിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നമ്മൾ ഒന്ന് നിന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് ഉണ്ടാക്കുന്ന മാറ്റം, ഇവിടെ നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ ഇപ്പൊ ഇത്രയും ക്യാഷൊക്കെ ചെലവഴിക്കണോ എന്നുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെലവഴിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ പോയതുപോലെ തന്നെ അങ്ങോട്ട് പോവുകയും ചെയ്യാം. നമുക്കറിയാൻ വേണ്ടി പറ്റില്ലേ എത്രമാത്രം ന്യൂസുകളാണ് കേൾക്കുന്നുള്ളത്? ടീനേജിലെത്തിയ വിവാഹം നിശ്ചയിച്ച കുട്ടികൾ വേറൊരുവന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. എന്തുകൊണ്ട്? എവിടെയാണ് അതിൽ വരുന്ന പോരായ്മ?
അവിടെ ആ കുട്ടി ഒരു ടീനേജിൽ എത്തുമ്പോഴുണ്ടായ പോരായ്മയാണോ? അതല്ല, ഈ കുഞ്ഞു നാളിൽ തന്നെ ഇവിടെ നിന്നതിന് വേണ്ട പരിചരണം കിട്ടാത്തത് കൊണ്ടാണോ? ഒരു കുട്ടി ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആരാണ്? ആ കുട്ടിയാണോ? ആ കുട്ടിയുടെ പാരന്റ് ആണോ? തീർച്ചയായിട്ടും ആ കുട്ടിയല്ല, ആ കുട്ടിയുടെ പാരന്റ് ആണ്. നമ്മുടെ സമൂഹത്തിൽ ഏതൊരു മക്കൾക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നുള്ളത് ആ മക്കളെയാണെങ്കിൽ ആ മക്കളെ അതിലേക്ക് എത്തിപ്പിച്ച അവരുടെ ഗൈഡൻസ് അവർക്ക് കിട്ടിയതിലേക്കുള്ള വേരിയേഷൻ ആണ് ഇങ്ങനെ ആയിരിക്കുന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ആ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിന് വേണ്ട രീതിയിൽ കൊടുക്കേണ്ടത് കൊടുക്കാൻ നമ്മൾ ശീലിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വളർന്ന് വലിയ വൃക്ഷമാവുമ്പോഴും നമുക്കതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ 5 ഡേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ വാട്സപ്പ് ലിങ്ക് കിട്ടിയ നമ്പർ തന്നെ ഉണ്ടല്ലോ, അതിലൂടെ തന്നെ ഒന്ന് ബന്ധപ്പെടാം. അതിലുള്ള കോണ്ടാക്റ്റിൽ ബന്ധപ്പെടാം. അതിനുള്ള ഫീസ് അടയ്ക്കേണ്ട ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അവിടെ നൽകും. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യുകയും നിങ്ങൾ എത്രമാത്രം ഇതിൽ താല്പര്യം കാണിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ബാക്കി 21 ഡേയ്സ് ഫോളോ അപ്പ് ഉണ്ടാവുക. 5 ഡേയ്സ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഫോളോ അപ്പ് ഉണ്ടാവും. 21 ഡേയ്സും നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസ് ചെയ്ത് കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും ഇത്രയും സമയം പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. മൈക്ക് അൺമ്യൂട്ട് ആക്കി ചോദിക്കട്ടെ. നിങ്ങൾക്ക് തന്നെ അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം. അൺമ്യൂട്ട് ആക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ആരുമില്ല ഇവിടെ? പ്ലീസ്, ഒന്നും ചോദിക്കാനില്ല? എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾക്കുള്ള ടൈമാണ്, പെട്ടെന്ന് ചോദിച്ചോളൂ. എന്തു പറ്റി? ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണോ? അതല്ലെങ്കിൽ എങ്ങനെ ചോദിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണോ? ഓക്കെ, ഡൗട്ട് ചോദിക്കാനില്ലെങ്കിൽ കുഴപ്പമില്ല. ഫീസോ 500 രൂപയാണ് കേട്ടോ. 500 റുപ്പീസ് ആണ്. കാരണം ഒരുപാട് ഗൾഫിലുള്ളവരുണ്ടാവും, പിന്നെ 500 ദിർഹംസ് ആണെന്ന് തെറ്റിദ്ധരിക്കണ്ട. 500 റുപ്പീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഒരാൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. എല്ലാവർക്കും സെയിം അവസ്ഥയാണോ? വലൈക്കും സലാം. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമാണോ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ അതിലേക്ക് അതുപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഓക്കെ, വേറെ ഒന്നും നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ക്ലാസ് 1 മണിക്കൂർ ഉണ്ടാവും.
5 ഡേ ക്ലാസ് ആണ്. ഓരോ ക്ലാസ്സും ഓരോരോ മണിക്കൂർ ഉണ്ടാവും. 1 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനോ സംശയം ചോദിക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ടൈം കൂടാനും മതി. അതല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും സെഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? ടൈം വരുന്നുള്ളത് ഇതേ സമയമായിരിക്കും. കാരണം ഈ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ സ്കൂളിൽ പോയിരിക്കുന്നവർ, നാട്ടിലുള്ളവർക്കൊക്കെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കൊക്കെ ഒന്ന് ഫ്രീ ആവുമല്ലോ. ഒരു 3 മണിക്ക് തുടങ്ങി 4 മണിയോട് കൂടിയിട്ട് നിങ്ങളുടെ ഉച്ചഭക്ഷണം അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് ഫ്രീ ആയി എല്ലാം റെഡി ആയിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. പിന്നെ യുഎയിലുള്ളവർക്ക് പ്രത്യേകിച്ചിട്ട് ഉച്ചയ്ക്കാണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അധിക ഹസ്ബൻഡുമാരും ഡ്യൂട്ടിക്ക് പോയിരിക്കുന്ന ആളായിരിക്കുമല്ലോ. പകൽ സമയത്ത് റൂമിലൊറ്റയ്ക്കായിരിക്കുമല്ലോ ലേഡീസൊക്കെ. ഓക്കെ, ഇനി വല്ലതും അറിയാനുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറെ സംശയങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരക്കുണ്ടാവാം. നമ്മുടെ ടൈം എന്ന് പറയുന്നത് അത്രയും വാല്യൂ ഉള്ളതാണ്. സമയം വെറുതെ കളയാനുള്ളതല്ല. പിന്നെ ക്ലാസ് ആരംഭിക്കുമ്പോഴും സെയിം ആയിരിക്കട്ടെ. ടൈമിൽ ഒരു കോംപ്രമൈസും നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. പിന്നെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റണതല്ലല്ലോ. അപ്പോൾ നമ്മളുടെ കാരണം കൊണ്ട് നമ്മളിൽ ടൈമിലൊരു കോംപ്രമൈസിലും എത്തിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം നമുക്കറിയാം, നമ്മളൊരു ടൈം പറയുന്നുണ്ടെങ്കിൽ ആ ടൈമിൽ സംഭവം തുടങ്ങുക എന്നുള്ളതാണ്. സമയത്തിന് അതിൻ്റെതായ വാല്യൂ കൽപ്പിക്കുക. ഓരോ വ്യക്തികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുപോലെ കൊടുത്തിരിക്കുന്ന ടൈമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും അത്ര അധികം വേസ്റ്റ് ആക്കി കളയണതും ആ സമയത്ത് തന്നെയാണ് അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് 3 മണിക്ക് സെഷൻ എന്ന് പറയുന്നു, എന്നിട്ട് ഞാൻ ഒരു 3:15 സെഷൻ തുടങ്ങുന്നു. നിങ്ങൾ കുറച്ചാൾ 3 മണിക്കേ വന്ന് സൂമിലിരിക്കും. കുറച്ചാൾ ആ മാം 3:15 തുടങ്ങും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കയറി വരും. പിന്നെ കുറച്ചാൾ 3:30 കയറി വരും. 3 മണിക്കേ കയറിയ ആ കുറച്ചാളുകളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയല്ലേ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടുവരുന്നുള്ളത്. പല ഓൺലൈൻ ക്ലാസ്സസും അങ്ങനെയാണ് ഞാൻ കണ്ടത്. നമ്മളും അത് ശീലിക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഒരാൾക്കൊരു ടൈം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ നമ്മൾ അവിടത്തേക്ക് എത്താനും പ്രവർത്തിക്കാനും നോക്കുക എന്നുള്ളത് നമ്മളെ കാരണം കൊണ്ട് ഒരാളുടെയും സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ നോക്കുക. നാം കാരണം മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ സമയം നഷ്ടപ്പെടുത്തിയതിനും കൂടിയുള്ള ആൻസറും കൂടി നമ്മൾ ചിലപ്പോൾ അവൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വേണ്ടി ചെയ്യാം അല്ലേ? ഇനി ഒരു 8 മിനിറ്റും കൂടിയാണ് നമ്മുടെ ലിങ്ക് ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കട്ടെ. ഈ ഒരു ടൈം നിങ്ങൾക്ക് ഫ്രീ ആണ്. അറിയണ ആൻസർ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. എന്താണ് ഇത്, എല്ലാവരും മൗനവ്രതത്തിലാണോ? ചാറ്റ് ബോക്സ് ഉപയോഗിച്ചോളൂ. അപ്പൊ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞതെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ആരെങ്കിലും ഇപ്പൊ ലാസ്റ്റ് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. ഞാൻ റെക്കോർഡ് സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞത് എന്താണോ എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് റെക്കോർഡ് കേൾക്കാം. ഓക്കെ, അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാഹ്. പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ എൻ്റെ ഒരു ഫ്രീ ആയിട്ട് വരുന്ന ഒരു സെഷൻസ് ഉണ്ട്. അത് ഡെയിലി മോർണിംഗ്
ഇന്ത്യൻ സമയം 6:30 നടന്നുകൊണ്ടുണ്ടായത്. ഇപ്പോഴും ടൈം അതാണ്. പക്ഷെ ഇപ്പൊ ഡെയിലി ഇല്ല. ഇപ്പൊ വീക്കിലി 2 ഡേ ആണത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നടത്തിയിട്ട് നമുക്കത് ഏകദേശം 114ഓളം സെഷനായി. ഇപ്പത് വീക്കിലി എല്ലാ തിങ്കളും വ്യാഴവുമാണ് ഇപ്പൊ സെഷൻ വരുന്നുള്ളത്. അതിലേക്ക് താല്പര്യമുള്ളവർക്ക് ആ സെഷനിലേക്കും കയറി കാണാവുന്നതാണ്. അപ്പം അവിടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നമുക്ക് നമ്മളുടെ സെൽഫ് ഗ്രോത്തിനും നമ്മൾക്ക് ഒരുപാട് നമുക്ക് വേണ്ട മാറ്റങ്ങൾക്കൊക്കെ വരുന്ന സംഭവങ്ങളാണ് അവിടെ ഫ്രീ ആയിട്ട് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. താല്പര്യമുള്ളവർക്ക് ചോദിക്കാം. അതിന്റെ ലിങ്ക് തരാം ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ ഒന്നുകൂടി എല്ലാവർക്കും അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാ നിങ്ങൾ ഓരോരുത്തരും കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുക. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.